കൂടിയിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന സ്നേഹമുള്ള സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെവരിലും ദൈവത്തിന്റെ സമാധാനവും ശാന്തിയും വർഷിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. 2010 ജനുവരി 24 കുറ്റിപ്പുറത്ത് നടത്താനിരിക്കുന്ന ഒരു മഹാസമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒക്ടോബർ 4 തിരുവനന്തപുരത്ത് നടന്ന പ്രഖ്യാപന സമ്മേളനത്തോടെ നമ്മുടെ സമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. കേരളത്തിൽ 5 ജില്ലകളിലായിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ നടത്തുന്ന സെമിനാറുകളിൽ 3ാമത്തെ സെമിനാറിലാണ് നമ്മളുള്ളത്. കണ്ണൂരും കോഴിക്കോടിലും സെമിനാറുകൾ കഴിഞ്ഞു. ഇനി നാളെ ആലപ്പുഴയിൽ നടക്കാനിരിക്കുന്നു. ഡിസംബർ 12 തൃശൂർ ജില്ലയിലും നടക്കാനിരിക്കുകയാണ്. കൂടാതെ തന്നെ ജില്ലാതലത്തിലും ഏരിയ തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും ഈ സമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ സമൂഹം തന്നെ ഈ വിപ്ലവത്തിന്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സമ്മേളനത്തിന്റെ മുന്നോടിയായിക്കൊണ്ട് എറണാകുളം ജില്ലയിലെ സെമിനാർ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സെമിനാറിലെ വിഷയം മീഡിയയിലെ സ്ത്രീ എന്നതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും നെടും തൂണുകളിൽ ഒന്നാണ് മീഡിയ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാർ എന്ന് തന്നെ നമുക്ക് വിശേഷിക്കാൻ സാധ്യമാകും. എല്ലാ അടിസ്ഥാനങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മീഡിയയ്ക്കും ലക്ഷ്യം നിർണയിച്ചിരിക്കുന്നു. എന്നാൽ ഈ ലക്ഷ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു മുതലാളിത്തത്തിന്റെ പിന്നിലൂടെ നടന്നുകൊണ്ട് ഒരു ഉപഭോഗ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് മീഡിയകൾ ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഗോളതലത്തിൽ നമ്മൾ എന്തെല്ലാം അറിയണം, നാം എന്തറിയരുത് എന്ന് നിർണയിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയകളാണ്. സത്യവും യാഥാർത്ഥ്യവും അറിയുക എന്ന മനുഷ്യന്റെ മൗലികമായ അവകാശത്തെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ മീഡിയകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഡൽഹിയിൽ 70 ജേർണലിസ്റ്റുകളാണ് അഴിമതിക്ക് കൂട്ടുനിന്നുകൊണ്ട് മാസപ്പടി വാങ്ങിയതിന്റെ പേരിൽ അറസ്റ്റിലായി കിടന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ മീഡിയയുടെ ലക്ഷ്യം അട്ടിമറിച്ചതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അപഹാസ്യരായി തീർന്നിരിക്കുന്നത് സ്ത്രീകളാണ് എന്ന് നമുക്കറിയാൻ സാധ്യമാകും. സ്ത്രീ വിമോചനം എന്ന ഒരു മഹനീയമായ സുന്ദരമായ ലേബലിൽ സ്ത്രീകളെ ഉയർത്തിക്കാട്ടുന്നു എന്ന വ്യാജേന സ്ത്രീയെ കമ്പോളത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഇടിച്ചു താഴ്ത്തിയ ഒരു വസ്തുവായി മാറ്റിയിരിക്കുന്നു എന്ന് നമുക്ക് മീഡിയകളിലൂടെ നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ സൗന്ദര്യ പ്രദർശനത്തിനും പ്രണയത്തിനും നിശാ ക്ലബ്ബുകൾക്കും പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ പ്രാധാന്യം നൽകുന്ന മീഡിയകൾ പെൺകുഞ്ഞുങ്ങളുടെ രോദനങ്ങൾ കേൾക്കുന്നില്ല. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതെന്ന് അവർ കാണുന്നില്ല. ഓരോ ഭാഗങ്ങളിലും അടിച്ചമർത്തപ്പെടുന്ന അടിസ്ഥാന വർഗങ്ങളുടെ നരകയാതനകളെ അവഗണിക്കപ്പെട്ടുകൊണ്ടാണ് മീഡിയകളിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ എന്ന പോലെ തന്നെ കർണാടകയിലും ഇപ്പോൾ കേരളത്തിലും തന്നെ സാമുദായിക ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചനകളെ തിരക്കഥകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പരിശുദ്ധവും വിശുദ്ധവും പവിത്രവുമായ പ്രേമത്തെ പോലും മാറ്റിമറിച്ചുകൊണ്ട് വിശുദ്ധിയും ആത്മീയതയും ഒന്നു ചേർന്നിരിക്കുന്ന ജിഹാദിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സ്ത്രീയെ കൂടുതൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നാം മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ബഹുസ്വര സമൂഹത്തിൽ മീഡിയകൾക്ക് ഒരു ഒമ്പിച്ച സ്ഥാനമുണ്ട്. മനുഷ്യന്റെ ചിന്തയെയും മനുഷ്യന്റെ മനസ്സിനെയും സ്വാധീനിക്കാൻ വളരെ നല്ല നിലയിൽ മീഡിയകൾക്ക് സാധ്യമാകുമെന്ന നിലയ്ക്ക് തന്നെ മനുഷ്യനിലെ സഹജമായ നന്മകളെയും അവന്റെ സാഹോദര്യത്തെയും സ്നേഹത്തെയും ഉണർത്തിക്കൊണ്ട് ബഹുസ്വര സമൂഹത്തിൽ നിലനിൽക്കേണ്ടുന്ന ആ നന്മകൾ ഉയർത്തിക്കൊണ്ടുവരാൻ മീഡിയകൾക്ക് ഒരുപാട് ഇവിടെ അർപ്പിക്കാൻ സാധ്യമാകുമെന്ന് തന്നെയാണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആധുനിക സമൂഹത്തിൽ ആർഷഭാരത സംസ്കാരത്തിന് അനുയോജ്യമായിക്കൊണ്ട് മതധാർമ്മിക മൂല്യങ്ങൾക്ക് വിധേയമായി സ്ത്രീധർമ്മത്തെയും പദവിയെയും കാണിക്കുവാൻ മീഡിയകൾക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം തന്നെ ഇവിടെ ചർച്ചാ വിഷയമായി എടുത്തിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി 60 വർഷങ്ങൾക്ക് മുമ്പ്
രൂപീകൃതമായതിന്റെ 1-ാം ദിവസം തന്നെ സ്ത്രീകൾക്ക് അതിന് മഹനീയമായ പദവി വകവെച്ചു കൊടുത്തിരിക്കുന്നു എന്ന് നാം സ്വാഗത പ്രസംഗത്തിൽ കേൾക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ സ്ത്രീകളുടെ മഹത്തായ പദവിയെയും സ്ഥാനത്തെയും അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥ വിമോചനം എന്ത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗങ്ങളിൽ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ഉന്നതമായ ഒരു പ്രവർത്തനമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. സമൂഹത്തിന്റെ അർദ്ധാംശമായ, ലോകത്തിന്റെ മാതാവായ ഈ സമൂഹത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ വിദ്യാഭ്യാസപരമായി അവഗണിക്കപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ ഒരു പദവിയോ സ്ഥാനവുമില്ലാതെ കരിപിടുന്ന അടുക്കളയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടേണ്ടവളാണ് എന്ന ഒരു അടിമത്ത ബോധത്തിനും അധമബോധത്തിനും വിധേയരായിക്കൊണ്ട് സ്ത്രീകളെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ഏറ്റവും ആദ്യമായി വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഒരു വിപ്ലവാത്മകമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കൊണ്ട് മുസ്ലിം സ്ത്രീകളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഈ ഇസ്ലാമിക പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിൽ മേഖലകളിലും സ്ത്രീ സാന്നിധ്യം വർദ്ധിച്ചത് യഥാർത്ഥമായ സ്ത്രീയുടെ ധർമ്മവും സ്ഥാനവും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് സ്ത്രീയെ മുന്നേറ്റത്തിന്റെ പാതയിലേക്ക് മാറ്റിയതാണ് അതിന്റെ കാരണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകും. വനിതകളിലുള്ള ഈ മാറ്റത്തെയും വളർച്ചയെയും വിമർശിച്ചിരുന്നവർ പോലും ഈ പ്രസ്ഥാനത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ പാതയിലേക്ക് വന്നിരിക്കുന്നു എന്നത് നമുക്ക് ചാരിതാർത്ഥ്യം നൽകുന്ന സംഭവമാണ്. ഇതുപോലുള്ള ചെറിയതും വലിയതുമായ സമ്മേളനങ്ങളും ചർച്ചകളും സെമിനാറുകളും സിമ്പോസിയങ്ങളും നടത്തിക്കൊണ്ട് സ്ത്രീകളെ ബോധവൽക്കരിച്ച് ഒരു ഭദ്രമായ കുടുംബത്തെ നിലനിർത്തിക്കൊണ്ട് അതിലൂടെ സുഭദ്രമായ സമൂഹത്തിന് രൂപം കൊടുത്തുകൊണ്ട് ഒരു വിശ്വമാനവൻ എന്ന കാഴ്ചപ്പാട് മനുഷ്യന് നൽകിക്കൊണ്ട് ഒരു നല്ല ലോകത്തെ പടുത്തുയർത്താൻ സ്ത്രീകളിലൂടെ സാധ്യമാകൂ എന്ന ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മാതൃകാ വനിതകളെ കുടുംബത്തിലും സമൂഹത്തിലും സൃഷ്ടിച്ചെടുക്കുക എന്ന ഒരു വമ്പിച്ച ഉത്തരവാദിത്തമാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഏറ്റെടുത്തത്. മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്നും ഭരണതലങ്ങളിലും ക്യാമ്പസുകളിലും മുന്നോട്ടു പോകാൻ സാധ്യമാകുമെന്ന് തെളിയിച്ചത് ഈ ഇസ്ലാമിക പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ വസ്ത്രധാരണത്തെ ശക്തമായി എതിർത്തുന്നവർ ഇവിടത്തെ കലാലയങ്ങളിലും തൊഴിൽശാലകളിലും സ്ത്രീകൾ ഈ വേഷം ധരിച്ചുകൊണ്ട് സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് കണ്ട് അത്ഭുത സ്തബ്ധരായി നിലനിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. സ്ത്രീകളുടെ അന്തസ്സിന്റെയും മാന്യതയുടെയും വസ്ത്രധാരണമാണ് അതെന്ന് കൂടുതൽ പേർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ പർദ്ദയുടെ ബന്ധനത്തിൽ നിന്നും മോചിതയാകണമെന്ന് ഒരു വലിയ സദസ്സിൽ നിന്നും പ്രസംഗിച്ച ഈ നാട്ടിലെ അറിയപ്പെട്ട ഒരു സഹോദരി ആ സദസ്സിൽ വെച്ച് തന്നെ ഊർന്നു ചാടിക്കൊണ്ടിരിക്കുന്ന സാരി ശരിയാക്കാൻ ശ്രമിച്ചത് സദസ്സിൽ തന്നെ ചിരി പടർത്തുകയുണ്ടായി. മാന്യമായ വേഷം ധരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ദൈവത്തിന്റെ പുത്രിമാരെന്ന് വിശേഷിപ്പിക്കുന്ന കന്യാസ്ത്രീകൾ പോലും അവരുടെ മഠങ്ങളുടെ നാലുകെട്ടുകളിൽ കുടുംബജീവിതം പോലും നിഷേധിച്ചുകൊണ്ട് കാരുണ്യപ്രവർത്തനങ്ങൾക്ക് മുന്നേറുവാൻ സാധ്യമാകാതെ വിഷമിച്ചിരിക്കുകയാണ്, സേവന പ്രവർത്തനങ്ങൾക്ക് മുഴുകാൻ സാധ്യമാകാതെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് എന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നത് സിസ്റ്റർ ജസ്മിയാണ്. പർദ്ദ ഒരു മാറ്റത്തിന്റെ ഒരു വിപ്ലവക്കൊടിയായി കേരള നാട്ടിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്ത് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവിലേക്കാണ് ഇത്. പർദ്ദ ഒരു മുസ്ലിം സ്ത്രീക്ക് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകുന്നത്. 2010 ജനുവരി 24-ാം തീയതി കുറ്റിപ്പുറത്ത് നടത്തുന്ന വനിതകളുടെ മഹാസമ്മേളനത്തിന്റെ പ്രസക്തി ഇവിടെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിന്റെ ചരിത്രത്തിൽ വനിതകൾ തന്നെ നേതൃത്വം നൽകി വനിതകൾക്ക് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനമാണിത്. സാമൂഹ്യ വിപ്ലവത്തിന് സ്ത്രീശക്തി എന്ന മഹത്തായ പ്രമേയവുമായിട്ടാണ് സമ്മേളനത്തിന്റെ പ്രചാരണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. 1,00,000 പേരെ പങ്കെടുപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഈ സംസ്ഥാന സമ്മേളനം 5,00,000 പേരിലേക്കാണ് സന്ദേശം എത്തിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനിതകളുടെ നവോത്ഥാന ചരിത്രത്തിൽ വിപ്ലവകരമായ സംഭാവനകൾ നൽകിയ ഇസ്ലാമിക പ്രസ്ഥാനം മറ്റൊരു പുതിയ അധ്യായത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ്.
ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഇസ്ലാമിന്റെ മുഖം യഥാർത്ഥമായ രീതിയിൽ വ്യക്തമാക്കപ്പെടുന്നതായിരിക്കും ഈ സമ്മേളനം. വനിതാ വിമോചനത്തിന്റെ യാഥാർത്ഥ്യവും സ്ത്രീ ശാക്തീകരണത്തിന്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമകരമായ പരിപാടികളാണ് ഇതിന്റെ പിന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിപ്ലവം എന്ന് പറയുമ്പോൾ ഒരു ഒമ്പിച്ച മാറ്റമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ ഇണകളാണ് എന്ന തിരിച്ചറിവ്, സമൂഹത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മക്കളാണ് എന്ന തിരിച്ചറിവ്, സമൂഹത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ് എന്ന തിരിച്ചറിവ്, നമ്മുടെ പിതാക്കളാണ് എന്ന തിരിച്ചറിവ് സ്ത്രീകളായ നമ്മളിൽ ഉണ്ടാകുകയും ആ നയിക്കുന്നവർക്ക് മുന്നോട്ട് പോകുവാനുള്ള ദിശാബോധം നൽകുവാനുള്ള ഒരു അവസരം സ്ത്രീകളിലൂടെ കൈവരുത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സമ്മേളനം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല സമൂഹം വാർത്തെടുക്കുവാൻ നല്ലൊരു പാത വെട്ടിത്തെളിയിച്ചു കൊടുക്കുക എന്നതാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. പ്രിയമുള്ളവരെ, ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം ഒരൊറ്റൊരു ദിവസം കൊണ്ട് സാധ്യമാവുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. സമ്മേളനത്തിലേക്ക് അടുക്കുന്ന മുന്നൊരുക്കങ്ങളിലൂടെ നമ്മൾ സ്ത്രീകളെ ബോധ്യപ്പെടുത്തുകയും അവരെ ഉണർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവരും എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സമ്മേളനത്തിലൂടെ അവസാനിപ്പിക്കാവുന്ന വിപ്ലവമല്ല സമൂഹത്തിൽ നാം നേടിയെടുക്കേണ്ടത്, സമൂഹ വിപ്ലവത്തിലൂടെ സ്ത്രീകൾ നേടിയെടുക്കേണ്ടത്. മറിച്ച് ഒരു സ്ത്രീയുടെ ജീവൻ ഈ ഭൂമുഖത്ത് നിന്ന് എപ്പോഴാണോ വിട പറയുന്നത് ആ സമയം വരെ അവരുള്ള ഒരു വിപ്ലവകാരിയായിക്കൊണ്ട് കുടുംബത്തിലും സമൂഹത്തിലും നന്മ വിതറുന്ന സഹോദരിമാരായി മാറുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ സമ്മേളനവും മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ നമ്മുടെ പങ്കാളിത്തം അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നതും ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യമാണ്. അവഗണിക്കപ്പെട്ട സ്ത്രീജനങ്ങളെയും നീതി നിഷേധിക്കപ്പെടുകയും യാതനകളിലും കഴിഞ്ഞുകൂടുന്നവരെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നതും അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്നതും ഇന്ന് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു. ജനസേവനപരമായ ജാതി മതം ഭേദമന്യേ ജനസേവന രംഗത്ത് നിരന്തരമായ പ്രവർത്തനങ്ങളിലേക്കാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊണ്ട് കേരളത്തിലെ 5 മെഡിക്കൽ കോളേജുകളിലെ വനിതാ വാർഡുകൾ പുനർനിർമ്മാണം ചെയ്യുകയോ നവീകരിച്ചു കൊടുക്കുകയോ ചെയ്യുമെന്ന ഒരു പ്രതിജ്ഞ കൂടി നമ്മൾ ഇതിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ കൗൺസിലിംഗിന്റെ ഒരു അത്യാവശ്യമാണ്. മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു യുവത്വമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമ്മേളനത്തിന്റെ ഉപഹാരമായി ഒരു കൗൺസിലിംഗ് സെന്ററാണ് നമ്മൾ കേരളക്കരയ്ക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ജനസേവന രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ പ്രസ്ഥാനം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സമ്മേളനത്തിലേക്ക് 2010 ജനുവരി 24 കുറ്റിപ്പുറത്ത് നടക്കാനിരിക്കുന്ന മഹാസമ്മേളനം ലോകത്തു തന്നെ ഒരു മാറ്റം വരുത്താൻ സാധ്യമാണ് എന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം തമ്പുരാൻ അതിനെ നമ്മളെ തുണയ്ക്കുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരെയും വിനയത്തിന്റെ ഭാഷയിൽ ആ കുറ്റിപ്പുറത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഒരാളും വിട്ടുപോകാതെ നിങ്ങളുടെ അയൽപക്കക്കാരും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആ സമ്മേളനത്തിന് വരണേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സെമിനാർ ഏറ്റവും നല്ല നിലയിൽ വിജയകരമാക്കി തീർക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത് സഹോദരി ജസ്റ്റിസ് ശ്രീദേവിയാണ്. അവരെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. മാധ്യമങ്ങളിലെ സ്ത്രീ ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച ഒരു വിഷയമാണ്. മാധ്യമങ്ങളിലെ സ്ത്രീകളെ വളരെ നിന്ദ്യമായി ചിത്രീകരിക്കുന്നതിനെതിരെ വനിതാ കമ്മീഷൻ കഴിഞ്ഞ വർഷം തന്നെ ഒരു മാധ്യമ സെമിനാർ നടത്തുകയുണ്ടായി. മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു സമ്മേളനം വിളിച്ചിട്ടുണ്ടായി. മാത്രമല്ല, സ്ത്രീകളെ നിന്ദ്യമായി ചിത്രീകരിക്കുന്നതിന് മാധ്യമത്തിലെ സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കെതിരായി ഒരു മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റി വനിതാ കമ്മീഷൻ ഉണ്ടാക്കുകയുണ്ടായി. അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇത്രയും അധികം സ്ത്രീകൾ വന്നു ചേർന്നതിൽ ഞാൻ നിങ്ങളെ എൻ്റെ ഭാരവാഹികളെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ സ്ത്രീകളെന്ന് പറയുന്നത് ഇന്നും അഭ്യസ്തവിദ്യരായ ഈ കേരളത്തിലെ സ്ത്രീകൾക്ക്
അവർക്കുള്ള അവകാശങ്ങളെപ്പറ്റി അറിഞ്ഞുകൂടാ എന്നത് ഒരു നഗ്ന സത്യമാണ്. അറിയണമെന്ന് ആഗ്രഹം സാധാരണ സ്ത്രീകളെ കാണാറുമില്ല. പലപ്പോഴും ഒരു സന്നിഗ്ധ ഘട്ടം വരുമ്പോഴാണ് കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യേണ്ടു, എങ്ങോട്ട് പോകണം, എന്ത് പരിഹാരം നേടണം എന്ന് ആലോചിക്കുന്നത്. അതിനു മുമ്പ് ഈ അവകാശങ്ങളെപ്പറ്റി പഠിക്കാൻ നമ്മുടെ സ്ത്രീകൾ മുന്നോട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാലയങ്ങളിലും കോളേജുകളിലും ഒക്കെ തന്നെ കലാലയ ജ്യോതി എന്ന പേരിൽ ഞങ്ങൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഞങ്ങൾ കുറേ ഡോക്യുമെൻ്ററി ഹ്രസ്വ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് അതൊന്ന്, ഇന്നത്തെ സമൂഹത്തിൽ മൊബൈൽ ഫോണിലൂടെ നല്ലൊരു പെൺകുട്ടി ചതിക്കുഴിയിൽ എങ്ങനെയാണ് വീഴുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ കൊച്ചു പെൺകുട്ടികളെ ചൂഷണം ചെയ്യപ്പെടുന്നു ലൈംഗികമായി. അതിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുന്നതിന് അച്ഛനമ്മമാരെന്തു ചെയ്യണം. അതുപോലെ ജോലി സ്ഥലത്ത് സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്തു ചെയ്യണം. സീരിയൽ ഭ്രമം പിടിച്ച് പെൺകുട്ടികൾ ഓടുമ്പോൾ അവർക്കുണ്ടാകുന്ന സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും പെൺകുട്ടികൾ എങ്ങനെ രക്ഷപ്പെടണം. ഇത്തരം കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഡോക്യുമെൻ്ററി, അരമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെൻ്ററിയാണിത്. പിന്നെ ഇന്ന് നമ്മുടെ സ്ത്രീകളെ ഏറ്റവും അധികം വേദനിപ്പിച്ചും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യം വിവാഹധൂർത്താണ്. ആ ധൂർത്തിന്റെ ദുരന്തം കാണിച്ചുകൊണ്ട് അരമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെൻ്ററി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ മൈസൂർ കല്യാണത്തിന്റെ ദുരന്തം. മൈസൂർ കല്യാണം എന്ന് പറയുന്നത് ഇപ്പോൾ മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ഈ സ്ഥലങ്ങളിലൊക്കെ മൈസൂർ കല്യാണത്തിന്റെ ദുരന്തം ഏറ്റുവാങ്ങുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പൊ അതിന്റെ ദുരന്തം ഇത് ആവർത്തിക്കാതിരിക്കണം, അതിന്റെ ദുരന്തം കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവലിന് സെലക്ട് ചെയ്തതാണ്. പക്ഷേ സെൻസർഷിപ്പ് എമൗണ്ട് അടയ്ക്കാത്തത് കൊണ്ടാണ് അതിലേക്ക് സ്വീകരിക്കാതിരുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ ഇതുപോലെ ഞങ്ങൾ 6 ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എല്ലാ സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വന്ന നമ്മളുടെ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് നമുക്കറിയാം. നമ്മളെല്ലാ മനുഷ്യരും ജനിക്കുന്നത് സ്വതന്ത്രരായിട്ടാണ്. അവിടെ യാതൊരു തടസ്സങ്ങളുമില്ല. ജനിക്കുമ്പോൾ ജനിക്കുന്നത് മാത്രമല്ല അന്തസ്സോടുകൂടിയിട്ടാണ്. അപ്പോൾ സ്വതന്ത്രരായിട്ടും അന്തസ്സോടുകൂടിയും ജനിക്കുന്ന മനുഷ്യൻ, അത് സ്ത്രീയും പുരുഷനും, അന്തസ്സായി ജീവിക്കുവാനുള്ള അവകാശം. പക്ഷേ അവിടെയാണ് വേലിക്കെട്ടുകൾ. സ്ത്രീയെ 2ാം കിടക്കാരിയാക്കി പുരുഷ മേധാവിത്വ രാജ്യം, ഇവിടെ പുരുഷ മേധാവിത്വം അങ്ങനെ കൊടികുത്തി വാണുകൊണ്ടിരുന്നു. ഇപ്പൊ സ്ത്രീകൾ മനസ്സിലാക്കി പുരുഷനോടൊപ്പം എനിക്കും അവകാശമുണ്ട്. ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നത് മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഐക്യരാഷ്ട്രസഭയിൽ നടന്നു. ആ പ്രഖ്യാപനത്തിൽ ഭാരതം ഒപ്പുവെച്ച ഒരു കക്ഷിയാണ്. അതിലെ ആദ്യത്തെ വകുപ്പാണ് എല്ലാ മനുഷ്യരും ജനിക്കുന്നത് അന്തസ്സോടുകൂടിയും സ്വതന്ത്രരായിട്ടുമാണ്. ഈ മനുഷ്യാവകാശം എന്ന വാക്ക് ഇനിയും നിർവചിച്ചിട്ടില്ല. അതിൽ ഉൾപ്പെട്ട് ഇന്ന കാര്യങ്ങൾ ഉൾപ്പെട്ട് വരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജനിച്ചു, അവനും ആഹാരം വേണം, വസ്ത്രം വേണം, കിടക്കാൻ ഒരിടം ഉണ്ടാവണം, ജീവിക്കാനുള്ള പൈസ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകത്തക്ക ഒരു ജോലി ഉണ്ടാവണം, ശുദ്ധജലം കിട്ടണം, ശുദ്ധവായു കിട്ടണം, പരിസരം ശുചിയായ ഒരു പരിസരം കിട്ടണം. ഇതെല്ലാം തന്നെ നമ്മുടെ മനുഷ്യാവകാശങ്ങളാണ്. വിദ്യാഭ്യാസം ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യാവകാശമാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടന എഴുതിയുണ്ടാക്കിയത് ഇവിടെ സാമൂഹ്യനീതി നടപ്പാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. എത്രയോ പേര് ജീവത്യാഗം ചെയ്തിട്ടാണ് അഹിംസാ സിദ്ധാന്തത്തിലൂടെ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. പക്ഷെ അവരെല്ലാം സ്വപ്നം കണ്ടത് ഒരു ക്ഷേമരാഷ്ട്രം, ശാന്തിയും സമാധാനവും കളിയാടുന്ന ഒരു ഭാരതമാണ് കണ്ടത്. പക്ഷെ ഇന്നെന്താണ്, 62 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇതിനിടയിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അവർക്കാവും വിധം പലതും ചെയ്തു. എന്നിട്ടും ഇന്ന് സ്ത്രീ എവിടെ നിൽക്കുന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭരണഘടനയിലെ എല്ലാ മനുഷ്യാവകാശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനയുടെ 3-4 ഭാഗങ്ങളിലായി നിർദ്ദേശക തത്വങ്ങളിൽ നിന്നും
മൗലികാവകാശങ്ങൾ അഥവാ പൗരാവകാശങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ ഈ മനുഷ്യാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ പറയുന്നത് എന്താണ്? 14-ാം വകുപ്പ്, സ്ത്രീയും പുരുഷനും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ്. പക്ഷേ ആ തുല്യത നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് എന്താണ്? 15-ാം വകുപ്പിൽ പറയുന്നു, സ്ത്രീ എന്ന കാരണം പറഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല. ലിംഗത്തെ അടിസ്ഥാനമാക്കിയോ പ്രദേശത്തെ അടിസ്ഥാനമാക്കിയോ ഭാഷയെ അടിസ്ഥാനമാക്കിയോ വേഷത്തെ അടിസ്ഥാനമാക്കിയോ യാതൊരു തര വിവേചനവും പാടില്ല. പക്ഷെ എന്താണ്? സ്ത്രീയോട് വിവേചനം കാണിക്കുന്നു എന്നുള്ളൊരു നഗ്ന യാഥാർത്ഥ്യം. ഇതിന്റെ പരമപ്രധാനമായ മർമ്മപ്രധാനമായ ഒരു വകുപ്പുണ്ട് ഭരണഘടനയിൽ, 21-ാം വകുപ്പ്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്ന്. സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം നൽകുക എന്ന്. എന്താണ് ജീവൻ? എന്നെ കൊല്ലാതെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതല്ല. ഈ ജീവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥവ്യാപ്തിയിൽ പെട്ടുവരുന്നതാണ് വ്യക്തിത്വ വികസനം. അപ്പൊ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും വ്യക്തിത്വ വികസനമാണ് ഈ ജീവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥവ്യാപ്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ജീവിക്കുവാനുള്ള അവകാശമാണ് ഭരണഘടനയുടെ 21-ാം വകുപ്പ്. ഈ അവകാശം എല്ലാ സ്ത്രീക്കും എല്ലാ പുരുഷനും ഒരുപോലെ തന്നെ കിട്ടണം. നമുക്കറിയാം, ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സന്നദ്ധരെ നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഷാനിമോൾ ഉസ്മാൻ എത്രയോ വർഷങ്ങളായിട്ട് സാമൂഹ്യ സേവനം നടത്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ്. പക്ഷെ അവർ ചോദിച്ച നിയോജകമണ്ഡലം കൊടുക്കാൻ ഇവിടുത്തെ പുരുഷന്മാർക്ക് സാധിച്ചോ? ഇത് വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അർഹതപ്പെട്ടവരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീയായി പോയി എന്നുള്ള കാരണം കൊണ്ട് അവരെ തഴഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ തെറ്റാവാം, ശരിയാവാം. പക്ഷേ സാധാരണക്കാരന്റെ മനസ്സിൽ വേദന തോന്നുന്ന ഒരു കാര്യമല്ലേ ഇതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരുപക്ഷെ ഷാനിമോൾ ഉസ്മാൾ പറയുന്നുണ്ടാവും, അതൊന്നും സാരമില്ല, ഞാൻ പ്രവർത്തിക്കാൻ വന്നതാണ്. അതല്ല, സ്ത്രീക്ക് ഭരിക്കാൻ അവകാശം കിട്ടണം, കിട്ടിയേ മതിയാവൂ. പഞ്ചായത്തുകളിൽ 50% റിസർവേഷൻ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ 33% റിസർവേഷൻ അനുവദിച്ചതുകൊണ്ടാണ് ഇന്ന് പഞ്ചായത്ത് തലത്തിൽ സ്ത്രീകൾക്ക് എത്തിപ്പെടാൻ പറ്റിയത്. പലരും ചോദിക്കാറുണ്ട്, കഴിവനുസരിച്ച് വരണം, കഴിവുള്ളവർക്ക് ആരെങ്കിലും ടിക്കറ്റ് കൊടുക്കാറുണ്ടോ? അവിടെയെല്ലാം രാഷ്ട്രീയമാണ്. അപ്പൊ കഴിവിനെ മാനിക്കുവാൻ എല്ലാ പുരുഷന്മാർക്കും സാധിക്കണം. കാരണം പുരുഷ മേധാവിത്വം നിയമം ഉണ്ടാക്കിയത് പുരുഷനാണ്. ഇതിനെതിരെ, ഈ ബില്ലിനെതിരെ തർക്കിക്കുന്നവരെല്ലാവരും പറയുന്നത് എന്താണ്? ഞാൻ റെഡി, ഞങ്ങളുടെ പാർട്ടി റെഡി. സമയമാവുമ്പോ കിട്ടുന്നുണ്ടോ? അതെന്തുകൊണ്ട്? അപ്പൊ ഇവിടെ നമുക്ക് ഇത് കിട്ടിയേ മതിയാവുള്ളൂ. സ്ത്രീകൾക്ക് ഭരണതലത്തില് റിസർവേഷൻ കിട്ടണം. അത് നമ്മുടെ അവകാശമാണ്. നമ്മൾ ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനു വേണ്ടി ശക്തമായ ഒരു പ്രക്ഷോഭണം തന്നെ ആവശ്യമാണ്, വേണ്ടി വന്നാൽ. അപ്പോ നമുക്ക് ഈ അവകാശങ്ങൾ എന്ന് പറയുന്നത്, ഈ അവകാശങ്ങളൊക്കെ തന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ചാലക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ ട്രൈബ്സ്, പട്ടികവർഗക്കാർ ഉണ്ടെന്ന് പറഞ്ഞ അനുസരിച്ച് ഞാൻ ചാലക്കയത്ത് പോയി. അവിടെ അട്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് വിദ്യാഭ്യാസമുള്ള, കുറച്ച് അക്ഷരം പഠിച്ച സ്ത്രീകളെ കണ്ടു. ചാലക്കയത്ത് വനത്തിനകത്ത് ഞങ്ങൾ കടന്നു ചെന്നപ്പോ കാണാൻ കഴിഞ്ഞത്, വീടില്ല, കുടിവെള്ളത്തിന് സ്ഥലമില്ല, നിങ്ങൾ വളരെ ദൂരെ പോയി റോഡിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരണം. പിന്നെ കാട്ടിനുള്ളില് മൃഗങ്ങളോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് കാട്ടാന വരുമ്പോ എല്ലാം കൂടെ ഓടി, അമ്മയും മക്കളും എല്ലാരും കൂടെ ഓടും. അവരക്ഷരം പഠിച്ചിട്ടില്ല, അവർക്ക് വസ്ത്രമില്ല, അവർക്ക് റേഷൻ കാർഡില്ല, അവർക്ക് അരിയില്ല. സന്നദ്ധ സംഘടനകള് ഇത് മനസ്സിലാക്കിക്കൊണ്ട്, ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരായിട്ട് ഓരോരോ അരിയും മറ്റ് സാധനങ്ങളും കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യണം. 4 വർഷത്തിന് മുമ്പ് ഒരു ലേഡി അവിടെ പോയിരുന്നു. അപ്പൊ അവരിത് കണ്ടിട്ട്, ഡോക്ടർ സുനിൽ, ഒരു ലേഡിയാണ്. അപ്പൊ അവരവിടെ ചെന്ന് കണ്ടപ്പോഴാണ് ഇത്ര ദയനീയമായ ഒരു കാഴ്ച കണ്ടത്. ഉടനെ അവരെന്ത് ചെയ്തു, ഈ നാഷണൽ സർവീസ് സ്കീം അനുസരിച്ചുള്ള തുകയില് കുറെ അരിയും പയറും
മറ്റുമൊക്കെ വാങ്ങി അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. കുറെ ടാർപ്പാളിൻ വാങ്ങിച്ചു. അങ്ങനെ 5 ഫാമിലി. ഞങ്ങൾ ചെന്ന സ്ഥലത്ത് ഒരു 5 കുടുംബമുണ്ട്. ഓരോരുത്തർക്കും 5 or 6 കുട്ടികളുണ്ട്. അവർ കുളിച്ചിട്ട് എത്രയോ കാലങ്ങളായി, ഡ്രസ്സ് മാറിയിട്ട് എത്രയോ കാലങ്ങളായി. നമ്മുടെ ആഹാരമൊക്കെ അവർ കഴിക്കാറില്ല. ഞാൻ അവരെ ആഹാരം കൊടുക്കാൻ സമയത്ത് പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് ഛർദ്ദിക്കും. അവർ കഴിക്കുന്ന വെറും കഞ്ഞിയും പയറുമാണ്. അപ്പൊ ഈ കഞ്ഞിയും പയറും ഞങ്ങൾ അരിയും പയറും വസ്ത്രവും എല്ലാം കൊണ്ടാണ് പോയത്. അതെല്ലാം കൊടുത്തു. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ? ഞങ്ങൾക്ക് കിടക്കാൻ ഇടവില്ല. ഞങ്ങളിങ്ങനെ കുറച്ച് സ്ഥലത്ത് ഈ ടാർപോളിൻ കൊണ്ടുവന്ന് മുകളിൽ നമ്മൾ ഈ ഒരു തട്ടി കെട്ടും പോലെ ഇങ്ങനെ കെട്ടി അവിടെയാണ് അവർ ജീവിക്കുന്നത്. അപ്പം 2 ദിവസത്തിന് മുമ്പാണ് കാട്ടാന കയറി വന്ന് അവരെല്ലാവരും കൂടി ഓടി രക്ഷപ്പെട്ടു. ആരും മരിച്ചില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പെരിങ്ങമല എന്ന് പറയുന്ന പാലോടിനപ്പുറത്ത് പെരിങ്ങമല എന്ന സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. അവിടെയും കണ്ട സ്ഥിതി ഇതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ തടി ഒരു പലക ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ മുകളിലൊരു മേക്കെട്ടി പോലെ ഇങ്ങനെ കെട്ടി അവിടെയാണ് അവർ കിടക്കുന്നത്. വലിയ മഴ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം നനയും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇന്നും നമ്മുടെ സ്ത്രീകൾ ജീവിക്കുന്നു. മൃഗങ്ങളെ പോലെ അന്തസ്സായിട്ട് ജീവിക്കാൻ അവകാശമുള്ള സ്ത്രീകളാണ് ഇങ്ങനെ ജീവിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളെല്ലാം അഭ്യസ്ത വിദ്യരാണ്, ധാരാളം പണം കയ്യിലുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ച് മിടുമിടുക്കരായിട്ട് അവരെല്ലാം പൈസ കൊണ്ടുവരുന്നു. പക്ഷെ ഇവിടെ ഈ പൈസ കൊണ്ടുവരുന്ന ഇത്രയും മിടുമിടുക്കരായ, ലോകത്തിന് തന്നെ മാതൃകയായ മിടുമിടുക്കരാണ് നമ്മളറിയാലോ, ടിവിയിലൂടെ നമ്മൾ കാണുന്നത് എന്താണ്? മഹാപ്രതിഭകളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു, കുരുന്നുകളെല്ലാം തന്നെ. അങ്ങനെ പ്രതിഭകളായിട്ടുള്ള ഇത്തരം കുട്ടികൾ അവര് വിവാഹിതരായി കഴിയുമ്പോൾ അവരെ കുടുംബജീവിതം തകർന്ന് തരിപ്പണമാകുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. കാരണം ഇവിടെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന 2 കാരണങ്ങൾ, ഒന്ന് മദ്യവും മറ്റൊന്ന് സ്ത്രീധനവുമാണ്. അപ്പൊ ഇതിന്റെ പേരിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സ്ത്രീ വന്നു. അവളുടെ വലത്തെ കൈ ഭർത്താവ് വെട്ടി മാറ്റി, തോളിൽ വെച്ച് വെട്ടി ആ കൈ വെട്ടി മാറ്റി കഴിഞ്ഞിട്ട് ഇത് തുന്നിപ്പിടിപ്പിക്കാനാവാതെ വലത്തെ കൈയില്ലാതെ വനിതാ കമ്മീഷൻ ഓഫീസിൽ എത്തിപ്പെട്ട ഒരു മഞ്ജു എന്നൊരു സ്ത്രീ. ആലോചിച്ച് നോക്കൂ പുരുഷന്റെ ക്രൂരത. അത് കഴിഞ്ഞ് അടുത്ത് മറ്റൊരു സ്ത്രീ എറണാകുളത്ത് നിന്ന് വന്നു. കഴുത്ത് മുതൽ പൊക്കിള് വരെയുള്ള ഭാഗത്ത് മണ്ണെണ്ണ ഒഴിച്ച് ഭർത്താവ് കത്തിച്ചിട്ട് അവൾ ജീവനോടെ രക്ഷപ്പെട്ട് അവൾ വനിതാ കമ്മീഷനിലെത്തി. അവളുടെ കഴുത്ത് മുതൽ വയറ് വരെയുള്ള ഭാഗം നല്ല വെള്ള തൊലിയ, രോമങ്ങളൊന്നുമില്ലാതെ. അപ്പൊ ഇതുപോലെ അത് മാത്രമല്ല, ഈ അടുത്ത കാലത്തൊരു പ്രവണത, അതായത് നമ്മുടെ പെൺകുട്ടികള് 4 പെൺകുട്ടികളാണ് കഴിഞ്ഞ മാസം വനിതാ കമ്മീഷനിലെത്തിയത്. ഞാൻ ചോദിച്ചു, എന്താ? ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, എന്താണ്? അത് എന്നെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ് കുറെ നാൾ എൻ്റെ കൂടെ നടന്നു, എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ വീട്ടുകാരെ വിട്ടിട്ട് അവൻ്റെ കൂടെ പോയി. അവൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ എന്നെ ഒരാഴ്ച താമസിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ എങ്ങോ പോയി. ഞാനിപ്പോ ഗർഭിണിയാണ്, എന്നെ രക്ഷിക്കണം. അപ്പോ ആ പെൺകുട്ടിയുടെ കുഴപ്പമൊക്കെ മാറ്റി ചികിത്സയൊക്കെ നടത്തി അവളെ രക്ഷിച്ചു വനിതാ കമ്മീഷന്റെ ഷോർട്ട് സ്റ്റേ ഹോമിന്. അടുത്തു വരുന്നു മറ്റൊരു പെൺകുട്ടി. കഴിഞ്ഞ മാസം 4 പെൺകുട്ടികളാണ്. അടുത്തു വന്നു വേറൊരു പെൺകുട്ടി. അവള് ഒരു ഹോസ്പിറ്റലിൽ ANM ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തനുമായിട്ട് പ്രേമം തോന്നി. കുറെ നാൾ പ്രേമിച്ച് നടന്നു, നാട്ടുകാരുടെ മുമ്പിലൊക്കെ പ്രേമക്കാരിയായി. അതെല്ലാം കഴിഞ്ഞ് ഇവന്റെ കൂടെ അങ്ങ് ഒളിച്ചോടി ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 ആഴ്ച താമസിച്ചു. അത് കഴിഞ്ഞ് അവൻ മുങ്ങി, ഗർഭിണിയായി അവൾ തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? അത് ഞാൻ ഈ കുട്ടിയെ വളർത്താൻ തയ്യാറാണ്, എന്നെങ്കിലും അവൻ വരും. അങ്ങനെ അവള് ഇപ്പൊ സിസേറിയൻ കഴിഞ്ഞു. ഞങ്ങളുടെ ഷോർട്ട് സ്റ്റേ ഹോമിൽ അന്തേവാസിയാണ്, ഞങ്ങളാണ് അഡ്മിറ്റ് ചെയ്തത്. എന്നിട്ട് ഇപ്പൊ 58 ദിവസമായി പ്രസവിച്ചിട്ട്. മറ്റൊരു പെൺകുട്ടി വന്നു, 3 മാസം 10 ദിവസം ഗർഭം. ചോദിച്ചു, എന്താണ്? അത് ഞാൻ പ്രേമിച്ചു, അച്ഛനമ്മമാർക്ക് ഇഷ്ടമില്ലാതെ ഞാൻ പോയി, ഇനി എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല. ഇത് ഇയാള് എൻ്റെ ഒരു ബന്ധുവാണ്, അയാളിപ്പോൾ എന്നെ ഏൽക്കുന്നില്ല, അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ട്, അയാൾക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതും കൊണ്ട് നടക്കാൻ പറ്റില്ല. അവളെയും ഞങ്ങൾക്ക് രക്ഷിക്കേണ്ടി വന്നു. കാരണം ആത്മഹത്യക്ക് ചെയ്യാൻ ഒരുങ്ങിയിരുന്നതാണ് ആ പെൺകുട്ടി. അപ്പൊ ഇത്തരത്തില് സംസ്കാര സമ്പന്നമായ കേരളത്തിനകത്ത് അഭ്യസ്തവിദ്യരായ നമ്മുടെ കേരളീയരുടെ ഇടയിലുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. പുരുഷന് സ്ത്രീയെ വശീകരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്, മാസ്മര ശക്തി എന്ന് തന്നെ നമുക്ക് പറയാം.
അത് അവന്റെ കുറ്റമല്ല, ദൈവികമായിട്ടുള്ള ഒരു വികാരം. പക്ഷേ അത് കാമത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ പെൺകുട്ടിയും അവളെ സംരക്ഷിക്കുവാനും തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കുവാനുമുള്ള കഴിവ്, തിരിച്ചറിവ് അവൾക്കുണ്ടാവണം. പിന്നല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണം എന്താണ്? മൊബൈൽ ഫോണുകൾ ഇങ്ങനെ എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ അമ്മമാരും 10-12 വയസ്സാവുമ്പോൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയാണ്. ആ മൊബൈൽ ഫോണിലൂടെ കാമുകന്മാർ ഒരുപാട് വരും. അത് അവരുടെ കുറ്റമല്ല, സ്വാഭാവികം മാത്രമാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൗമാര പ്രായത്തിൽ പലതും അറിയണമെന്ന് തോന്നും, സ്നേഹിക്കണമെന്ന് തോന്നും, പ്രേമിക്കണമെന്ന് തോന്നും. അങ്ങനെ പ്രേമിച്ച് വരുമ്പോൾ അവസാനം അത് കാമത്തിലേക്ക് പോവുകയാണ് ചെയ്യണത്. അപ്പൊ അങ്ങനെ നമ്മുടെ പെൺകുട്ടികളുടെ വീക്ഷണം തന്നെ മാറിയിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ അശ്ലീല സാഹിത്യങ്ങൾ അങ്ങനെ കൊഴുത്തു കണ്ടമാനം വിറ്റഴിയുകയാണ്. ഏത് കടകളിൽ ചെന്നാലും നമുക്ക് അശ്ലീല സാഹിത്യം കാണാം. ഈ അശ്ലീല സാഹിത്യം മുഴുവൻ വൈകൃതങ്ങൾ, ലൈംഗിക വൈകൃതങ്ങളുടെ പടങ്ങൾ കാണിച്ചുകൊണ്ടുള്ള സാഹിത്യ സൃഷ്ടികളാണിതെല്ലാം. ഇതിനെതിരെ വനിതാ കമ്മീഷൻ വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അടുത്ത കാലത്ത് ഒരു പത്രത്തില് ഒരു സ്ത്രീയുടെ പടം, കാമം എന്ന നോവൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രത്തില് ഒരു പടം കാണിച്ചിരുന്നു. ഒരു സ്ത്രീയുടെ ബ്രസ്റ്റ് മുഴുവൻ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ബാക്കി മുട്ടുവരെ കുറച്ചു ഭാഗം മറച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പുരുഷന്റെ കൈ ആ ബ്രസ്റ്റിലോട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്തുകൊണ്ട് ഒരു കാർട്ടൂൺ വരച്ചിട്ട് അടിയിൽ എഴുതിയിരിക്കുകയാണ് കാമം എന്ന നോവൽ ആരംഭിക്കുന്നു. അതില് വളരെ അശ്ലീല അതായത് ലൈംഗികതയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് അതിലെ ആ തുടക്കം തന്നെ. അപ്പൊ ഇത് കാണുമ്പോൾ സ്ത്രീയെ ഇങ്ങനെ നിന്ദ്യമായി ചിത്രീകരിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന ഒരു വ്യഗ്രത ഇവിടെ സമൂഹത്തിലെ മാധ്യമങ്ങളുടെ ഇടയിലുണ്ട്. ഈ അശ്ലീല സാഹിത്യ പടങ്ങൾ എന്തിനാണ് ഈ വൃത്തികെട്ട പടങ്ങൾ, ലൈംഗിക ചേഷ്ടകൾ കാണിച്ചുകൊണ്ടുള്ള, അതും വൈകൃതങ്ങൾ അടങ്ങിയ ചേഷ്ടകൾ കാണിച്ചിട്ടുള്ള പടങ്ങൾ കാണിച്ച് ചിത്രങ്ങളും അതുപോലെ തന്നെ ലേഖനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ധാരാളം സാഹിത്യങ്ങൾ ഇവിടെ ഇറങ്ങുന്നു. ഇതാരാണ് വായിക്കുന്നത്? കൗമാരപ്രായക്കാർ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അധ്യാപകൻ ഒരു ദിവസം, അപ്പം 3rd ടേം ആയപ്പോ മിടുമിടുക്കിയായ പെൺകുട്ടി, അവൾ ആ 3rd ടേം ആയപ്പോ ഇവള് ആകെ അലക്ഷ്യമായിട്ട് ഒരുമാതിരി പഠിക്കുന്നില്ല, ഡ്രസ് ചെയ്യുന്നതിൽ എല്ലാത്തിലും മിടുമിടുക്കിയായിരുന്നു ആ കുട്ടി. 3rd ടേം ആയപ്പോ ഇങ്ങനെ വന്നപ്പോ അധ്യാപകൻ ചോദിച്ചു, എന്താ മോളെ നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. അയാൾ പിന്നെയും നടന്നു, പല ദിവസം 4-5 ദിവസം നടന്നു. അവസാനം പറഞ്ഞു, നിനക്കെന്തോ രോഗമുണ്ട്, ഞാൻ നിന്റെ അച്ഛനമ്മമാരെ വിളിക്കും. പറഞ്ഞു, വേണ്ട വിളിക്കണ്ട. എന്താ കാര്യം? അത് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എനിക്ക് 5-6 പുസ്തകങ്ങൾ കൊണ്ട് തന്നു. എന്നോട് പറഞ്ഞു, നല്ലോണം എല്ലാം നോക്കി നല്ലോണം വായിച്ചോ, നല്ല രസമാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കൊണ്ടുപോയി വായിച്ചു. പലതവണ വായിച്ചപ്പോ ഒരു ദിവസം 6ാം ക്ലാസ്സിലെ കുട്ടിയാണ്, 12 വയസ്സ്. 12 വയസ്സുകാരനാണ് ഇതുകൊണ്ട് കൊടുത്തത്. അപ്പൊ എന്നിട്ട് ഈ കുട്ടി വായിച്ചു കഴിഞ്ഞപ്പോ കുട്ടിയോട് പറഞ്ഞു, എല്ലാരും പോയി കഴിഞ്ഞിട്ട് നമുക്കൊരു മൂലയിൽ ഒരു സ്ഥലത്ത് പോയി നിന്ന് വർത്താനം പറയാം. അങ്ങനെ 2 പേരും കൂടി ഒരു മൂലയിലായി. കുട്ടി പറഞ്ഞത് 60 പ്രാവശ്യം ലൈംഗികമായി ബന്ധപ്പെട്ടു എന്നാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമൂഹത്തിലെ പോക്ക് എന്തുകൊണ്ടാണ്, എങ്ങോട്ടാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അശ്ലീല സാഹിത്യങ്ങൾ മുഴുവൻ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഒരു മീഡിയ സെമിനാർ അറേഞ്ച് ചെയ്തത്, മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയത്. അപ്പോ ഇങ്ങനെ നമ്മളെ കൊച്ചു കുട്ടികളെ നമ്മളെല്ലാ അമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് ആവശ്യമില്ലാതെ, ഇപ്പം കുട്ടികൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും, അമ്മ എനിക്ക് ക്ലാസ്സിൽ 5 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ എനിക്കൊരു കൊച്ചു പേന വാങ്ങിക്കണം, അല്ലെങ്കിൽ പുസ്തകം വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളിതം കൊടുക്കും. ഈ കുട്ടി കൊണ്ടുപോയി വാങ്ങുന്നത് ഈ അശ്ലീല സാഹിത്യമാണ്. ഇത് വായിച്ചു കഴിയുന്ന നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? പുസ്തകം വാങ്ങിച്ചോ നോക്കട്ടെ. അതുപോലെ പുസ്തകങ്ങളുടെ ഇടയിൽ ഒന്ന് നമ്മൾ എടുത്തെടുത്ത് നോക്കണം, എന്താണ് അവൾ വാങ്ങിയിട്ടുള്ളത്. ഇടയ്ക്ക് സൗകര്യപ്പെടുമ്പോഴൊക്കെ പുസ്തക സഞ്ചി ഒന്ന് നോക്കണം. ആ പുസ്തക സഞ്ചിയിൽ പല പ്രേമലേഖനം കണ്ടെന്നിരിക്കും, അതുപോലെ മറ്റെന്തെങ്കിലും കണ്ടെന്നിരിക്കും. മൊബൈൽ ഫോണിലൂടെ ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ നല്ല പെൺകുട്ടികളെല്ലാം ഈ ചതിക്കുഴിപ്പെടുകയാണ്. ഇങ്ങനെ പ്രേമിച്ച് ഈ പയ്യന്മാർ, ഈ കൗമാര, അവനെ കുറ്റം പറഞ്ഞത് കാര്യമല്ല, സാഹചര്യം അനുകൂലമായ ആണും പെണ്ണും എല്ലാം ചീത്തയാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോ ഇങ്ങനെ വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ ഇപ്പൊ നേരെ പോകുന്ന കാമമാണ് അവരിൽ വരുന്ന. പ്രേമമെന്ന അനുഗ്രഹീതമായ ഒരു വികാരമല്ല, നമുക്കതിന് പകരം കാണുന്ന കാമചേട്ട. ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാലോ സ്ത്രീധനത്തിന്റെ പേരിൽ അടി, ഇടി, വെട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈവെട്ട്, കാലുവെട്ട്,
പിന്നെ ഇടിക്കുക, അടിക്കുക, വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കുക, ഇങ്ങനെയെല്ലാം അടിച്ച് പുറത്തിറക്കിയ ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ഇപ്പോൾ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, ഗാർഹിക പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. അപ്പോൾ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ രക്ഷിക്കുന്ന നിയമം. അങ്ങനെ ഏതെങ്കിലും വീട്ടിൽ ഇത്തരത്തിലുള്ള മാനസികമായിട്ടോ വൈകാരികമായിട്ടോ ഉള്ള പീഡനങ്ങൾ നടക്കുകയാണെങ്കിൽ, സാമ്പത്തിക പീഡനം, ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാതെ എത്രയോ പേരുണ്ട്, അപ്പൊ അങ്ങനെ സാമ്പത്തിക പീഡനം, ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരും വെറുതെ ഇരിക്കരുത്. ആ പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗങ്ങൾ, ഈ നിയമം തന്നെ പുരുഷനെ ശിക്ഷിക്കാനല്ല, സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഒരു പീഡനം ഉണ്ടാവുമ്പോൾ ഉടനെ തന്നെ സംരക്ഷണ ഉദ്യോഗസ്ഥനെ കോൺടാക്ട് ചെയ്യുക. അവരുടെ അഡ്രസ്സ് ഞങ്ങൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ആ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സംരക്ഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഈ ജില്ലാ പ്രൊബേഷൻ ഓഫീസറാണ്. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഒരു DIR, FIR പോലെ ഒരു DIR തയ്യാറാക്കി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കൊടുക്കും. ആ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചെല്ലുമ്പോൾ നമുക്ക് വക്കീൽ വേണം. അതിന് ഈ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ നിയമസഹായമുണ്ട്. പാവപ്പെട്ടവന് മാത്രമല്ല, എല്ലാ സ്ത്രീകൾക്കും സൗജന്യ നിയമസഹായമുണ്ട്. ആ നിയമസഹായം അതിന് നിങ്ങൾ എങ്ങോട്ട് പോകണം? ജില്ലാ ജഡ്ജിയെ സമീപിക്കാം, അല്ലെങ്കിൽ താലൂക്കിലാണെങ്കിൽ താലൂക്കിലെ ഏറ്റവും വലിയ നീതിന്യായ ഉദ്യോഗസ്ഥനെ സമീപിക്കാം. അങ്ങനെ നമുക്ക് ഒരു വക്കീലിനെ കിട്ടും, ഫീസ് കൊടുക്കണ്ട. അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി നമ്മളൊരു സംരക്ഷണ ഉത്തരവ് വാങ്ങും. ഈ സംരക്ഷണ ഉത്തരവ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഭർത്താവിന്റെ പേരിലായിരിക്കും വീട്, ഭർത്താവ് വാങ്ങിയത്, ഭർത്താവ് കരം കൊടുക്കുന്നു, പക്ഷെ ഭർത്താവ് മദ്യപിച്ചു വന്നിട്ട് ഇടിയോടിടി, അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ചവിട്ട്, ഇങ്ങനെ പലതരത്തില്, അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം, ഇങ്ങനെ പലത് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ സംരക്ഷണ ഉത്തരവ് വാങ്ങണം. സംരക്ഷണ ഉത്തരവ് വാങ്ങിയാൽ അത് ലംഘിച്ചാൽ 1 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും. സ്ത്രീ കോടതി ചെന്നിട്ട് ഈ ഉത്തരവ് ലംഘിച്ചു എന്ന് പറഞ്ഞാൽ അത് അക്ഷരം പ്രതി ശരിയാണെന്ന് കണ്ടുകൊണ്ട് കോടതി ഉടനെ തന്നെ പ്രതിക്ക് കുറ്റപത്രം കൊടുക്കും, ശിക്ഷയും വിധിക്കും. അത് എല്ലാ പുരുഷന്മാരും ഇത് മനസ്സിലാക്കിയിരിക്കണം. സ്ത്രീ ചവിട്ടുകൊള്ളാനുള്ളതല്ല, സ്ത്രീ നിന്ദിക്കപ്പെടേണ്ടവളല്ല. ഇന്ന് പല മാധ്യമങ്ങളിൽ, ഇപ്പൊ ഈ എറണാകുളത്ത് ഒരു കടയിൽ ജീൻസ് കച്ചവടം ചെയ്യുന്ന ഒരു കട, ആ കടയുടെ മുമ്പിൽ ഒരു പടം വെച്ചിരുന്നു, വലുതായിട്ട് വരച്ചു വെച്ചിരിക്കുകയാണ്. ആ പടത്തിൽ സ്ത്രീയുടെ ബ്രസ്റ്റ് മുഴുവൻ തുറന്നിങ്ങനെ കാണിച്ചിട്ട് ഒരു കൈ കൊണ്ട് 1/4 ഭാഗവും മറ്റേ കൈ കൊണ്ട് 3/4 ഭാഗവും തുറന്നിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടുടനെ പൂവാലന്മാര്, നമ്മുടെ പയ്യന്മാരെല്ലാം കൂടി, എന്താണ്, സ്ത്രീയുടെ ഈ നഗ്ന ശരീരം കാണിച്ചിട്ട് വേണം അയാൾക്ക് കച്ചവടം ചെയ്യാൻ ജീൻസ്. അപ്പൊ നല്ല പോലീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോ പൂവാലന്മാരെല്ലാം അവിടെ കൂടി. ഇവര് കൂടുന്ന എന്താണ്, കടയിലോട്ട് നോക്കുമ്പോൾ ജീൻസ് ഉണ്ട്. അപ്പൊ ഒരുപാട് പയ്യന്മാരിങ്ങനെ വരും, ജീൻസ് വാങ്ങിക്കും. ഈ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ പടം വെച്ചത്. ഏതായാലും അതിനെ വലിച്ചു കീറി ദൂരെ കളഞ്ഞു. അതോടുകൂടി പിന്നെ ആ പടം അവിടെ കൊണ്ടുവച്ചില്ല. അപ്പൊ ഇങ്ങനെ സ്ത്രീയെ വളരെ നിന്ദ്യമായിട്ട് സീരിയലുകളിൽ കാണിക്കുന്നതോ, സ്ത്രീയെ ഏറ്റവും ക്രൂരയായ ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ എന്താണ് കാണിക്കുന്നത്? പല സീരിയലുകളിലും എന്താന്ന് വെച്ചാല് സ്ത്രീ വെട്ടി നിറച്ച് പണം ഇങ്ങനെ വെച്ചിട്ട് പറയും, എടാ നീ എത്ര പണം വേണമെങ്കിലും തരാം, നീ കൊണ്ടുപോയി നിർത്താൻ, അതുകൊണ്ട് എത്ര വേണമെങ്കിലും പൈസ തരാം, നീ പോയി അവനെ കൊന്നിട്ട് വാ. അപ്പം ഈ സ്ത്രീയെ വളരെ ക്രൂരിയായിട്ട് ചിത്രീകരിക്കുന്നു. ഇതെല്ലാം തന്നെ നമുക്ക് തടഞ്ഞേ മതിയാവുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടണം. അങ്ങനെ എല്ലാ മാധ്യമങ്ങൾക്കും ഒരു മാധ്യമ നയം ഉണ്ടായിരിക്കണം. അതിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഏത് സ്ത്രീ ചെയ്താലും അതിനെ പ്രൊജക്ട് ചെയ്യാൻ സാധിക്കണം. ഇത്തരത്തില് മാധ്യമങ്ങളുടെ സ്ത്രീയെ എങ്ങനെയായിരിക്കണമെന്ന് ഈ കൂട്ടായ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന വസ്തുതകളെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഈ മാധ്യമങ്ങളെ നിലയ്ക്ക് നിർത്താൻ നമുക്ക് കഴിയുകയും ചെയ്യണം. ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. സ്ത്രീ പുരുഷനോടൊപ്പം സ്ഥാനം വഹിക്കണം. സ്ത്രീ പുരുഷനോടൊപ്പം തുല്യ എല്ലാ അവകാശങ്ങളോടുകൂടിയും അവൾക്ക് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ മനുഷ്യാവകാശ സംരക്ഷണം ഇവിടെ സാധ്യമാകൂ. അതുപോലെ തന്നെ സാമൂഹ്യ നീതി നടപ്പാക്കാൻ. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാണ്. നന്ദി.